തലശ്ശേരി നങ്ങാർത്ത് പീടികയിൽ ഗുരുദേവ പ്രതിമ തകർത്തത് ആർഎസ്എസുകാരെന്ന സിപിഎമ്മിന്റെ വാദം പൊളിയുന്നു. പ്രതിമ തകർത്തത് സിപിഎമ്മുകാർ തന്നെയെന്ന് നാട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ. സംഭവത്തിന് സാക്ഷിയായ യുവതിയെ സിപിഎമ്മുകാർ ഭീഷണിപ്പെടുത്തുന്നതായും നാട്ടുകാർ പറയുന്നു. സംഭവ ദിവസം രാവിലെ ശ്രീമുദ്ര സാംസ്കാരിക വേദി ഓഫീസിൽ നിന്ന് സിപിഎം പ്രാദേശിക നേതാവ് ഗുരുദേവ പ്രതിമയുമായി പുറത്തേക്ക് പോകുന്നത് കണ്ട കൊമ്മവയിൽ സ്വദേശിയായ സ്ത്രീയെയാണ് സിപിഎമ്മുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പറയുന്നത്. സിപിഎമ്മിന്റെ സ്വാധീന മേഖലയിൽ താമസിക്കുന്ന സ്ത്രീ പാർട്ടിക്കാരെ ഭയന്നാണ് സത്യം പുറത്തു പറയാത്തതെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് സംഭവം നടന്ന 6-ാം തീയതി രാവിലെ ഒരു സ്ത്രീ ഇതിന്റെ ഗൂഢാലോചന നടക്കുന്നത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയതായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്ക് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ശ്രീമുദ്ര സാംസ്കാരിക വേദി ഓഫീസിൽ തികച്ചും അലക്ഷ്യമായ രീതിയിലായിരുന്നു പ്രതിമ സൂക്ഷിച്ചിരുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ശ്രീമുദ്ര സാംസ്കാരിക വേദിയുടെ അധീനതയിൽ ഉള്ള ഫ്രീസർ വെക്കുന്ന മുറിയിൽ അലസമായി ഇട്ടിട്ടുള്ള ഒരു പ്രതിമയായിരുന്നു ഇത്. അവിടെ പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, ആ ഫ്രീസർ എടുക്കുന്ന സമയത്ത് ഗുരുപ്രതിമ കണ്ടവരുണ്ട്. ആ ആളുകളെല്ലാവരും ഇന്ന് നാട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. സംഭവം നടന്ന ദിവസം രാവിലെ 8:30 സിപിഎം പോലീസിന് നൽകിയ പരാതിയിൽ കൊടിമരവും സ്തൂപവും തകർത്തതായി മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് 10 മണിയോടെ കോടിയേരി ബാലകൃഷ്ണൻ, എം.എൻ. ഷംസീർ തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തെത്തിയ ശേഷമാണ് ഗുരുപ്രതിമ തകർത്തതായി മറ്റൊരു പരാതി നൽകിയത്. ജനം, കണ്ണൂർ.